ഹോമിയോമോർഫിക് ഗ്രാഫാണ്. അപ്പോൾ ഇതിൽ ചോദിക്കാറ് എങ്ങനെയെന്ന് വെച്ചാൽ 2-3 ഗ്രാഫ് തരും, എന്നിട്ട് അത് ഹോമിയോമോർഫിക് ആണോ അല്ലയോ എന്നാണ് ചോദിക്കാറ്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ വെച്ച് പറഞ്ഞുതരാം. ഷോ ദാറ്റ് ദ ഗ്രാഫ് G1, G2, G3 ആർ ഓൾ ഹോമിയോമോർഫിക്. ഈ തന്നിരിക്കുന്ന 3 ഗ്രാഫ് ഹോമിയോമോർഫിക് ആണ് എന്ന് ഷോ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് നോക്കിയേ, G1 എന്ന് പറയുന്ന ഗ്രാഫ് ഫസ്റ്റ് എടുക്കുക. G1 എന്ന് പറയുന്ന ഗ്രാഫ് നമുക്ക് G1 എന്നാണ് ഒബ്റ്റെയിൻ ചെയ്യില്ലേ, ഒരു സബ് ഡിവിഷനും അതിൽ ചെയ്യേണ്ട ആവശ്യമില്ല. G1 ഈക്വൽ ടു എന്ത് തന്നെയാണ്, G1 തന്നെയാണ്. അപ്പോൾ G1 ക്യാൻ ബി ഒബ്റ്റെയിൻ ഫ്രം G1. ഓക്കെ, ഇനി G2 എങ്ങനെ G1 എന്ന് കിട്ടുക? G2 നും G1 തമ്മിൽ എന്തൊക്കെ ഡിഫറൻസ് വരുന്നത് നോക്കി. G1 AC എന്ന് പറയുന്ന ഒരു എഡ്ജ് ഉണ്ട്. G2 ഈ AC എന്ന് പറയുന്ന ഒരു എഡ്ജിൻ്റെ ഇടയ്ക്ക് എഗെയിൻ ഒരു വേർട്ടെക്സ് ആഡ് ആയിട്ടുണ്ട്. ഏത് വേർട്ടെക്സാണ് അത്? F ആണ്. ഓക്കെ, അതേപോലെ ഏതൊക്കെ വേർട്ടെക്സ് ആഡ് ആയിട്ടുള്ളത്? BC എന്ന് പറയുന്ന വേർട്ടെക്സിൻ്റെ ഉള്ളിൽ G എന്ന് പറയുന്നൊരു വേർട്ടെക്സ് ആഡ് ആയിട്ടുണ്ട്, H എന്ന് പറയുന്നൊരു വേർട്ടെക്സ് ആഡ് ആയിട്ടുണ്ട്. അത്രയും ഡിഫറൻസ് ആണ് G1 ഉം G2 ഉം തമ്മിലുള്ളത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓരോ എലമെൻ്ററി സബ് ഡിവിഷനായിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് എഫിൻ്റെ കേസ് എടുക്കാം. F എന്ന് പറയുന്ന വേർട്ടെക്സ് ആഡ് ആയ കേസ്. അപ്പോൾ ഫസ്റ്റ് G1 നിന്ന് AC എന്ന് പറയുന്ന എഡ്ജ് നമ്മൾ റിമൂവ് ചെയ്യാണ്, അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് F എന്ന് പറയുന്നൊരു വേർട്ടെക്സ് ആഡ് ചെയ്യുക. F എന്ന് പറയുന്നൊരു വേർട്ടെക്സ് ആഡ് ചെയ്യുമ്പോൾ പിന്നെ ആഡ് ചെയ്യേണ്ട എഡ്ജസ് ഏതൊക്കെയാണ്? AFഉം FCയും ആയിരിക്കും. ഓക്കെ, അതാണ് ഫസ്റ്റത്തെ എലമെൻ്ററി സബ് ഡിവിഷൻ. അപ്പോൾ രണ്ടാമത്തെ എലമെൻ്ററി സബ് ഡിവിഷൻ ഏതായിരിക്കും? BC എന്ന് പറയുന്ന എഡ്ജ് ഡിലീറ്റ് ചെയ്യുക, അതിൻ്റെ ഇടയ്ക്ക് G എന്ന് പറയുന്നൊരു വേർട്ടെക്സ് ആഡ് ചെയ്യുക. പിന്നെ ആഡ് ചെയ്യേണ്ട എഡ്ജസ് ഏതൊക്കെയാണ്? BGയും GCയും ആണ്. ദെൻ എഗെയിൻ BG എന്ന് പറയുന്ന എഡ്ജ് റിമൂവ് ചെയ്യുക, അതിൻ്റെ ഇടയ്ക്ക് H എന്ന് പറയുന്നൊരു വേർട്ടെക്സ് ആഡ് ചെയ്യുക. പിന്നെ ആഡ് ചെയ്യേണ്ട എഡ്ജസ് ഏതൊക്കെയാണ്? BHഉം HGയും ആയിരിക്കും. അങ്ങനെ ആ 3 എലമെൻ്ററി സബ് ഡിവിഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ G2 എന്ന് പറയുന്നത് നമുക്ക് G1 നിന്ന് ഒബ്റ്റെയിൻ ചെയ്യാം. അതേപോലെ G3 എന്ന് പറയുന്നത് നമുക്ക് G2 നിന്ന് എഗെയിൻ 2-3 എലമെൻ്ററി സബ് ഡിവിഷൻസ് ചെയ്താൽ ഒബ്റ്റെയിൻ ചെയ്യാം. സോ G2 and G3 can be obtained from G1 by doing some elementary subdivisions. Therefore, both the 3 graphs are ഹോമിയോമോർഫിക് എന്ന് പറയാം. അതായത് എലമെൻ്ററി സബ് ഡിവിഷൻസ് ചെയ്ത് കഴിഞ്ഞാൽ ആ 3 ഗ്രാഫ്, അതായത് ഒന്നിൽ നിന്ന് ഒന്ന് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതെല്ലാം എന്തായിരിക്കും? ഹോമിയോമോർഫിക് ആയിരിക്കും. പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇറ്റ്സ് നോട്ട് ഹോമിയോമോർഫിക്. അതാണ് എലമെൻ്ററി സബ് ഡിവിഷനും ഹോമിയോമോർഫിസം പറയുന്നത്. ഈ എലമെൻ്ററി സബ് ഡിവിഷൻ എന്ന് പറയുന്നത് ഒരു വേർട്ടെക്സിനെ ആഡ് ആക്കുക, അതായത് എഡ്ജ് റിമൂവ് ചെയ്യുക, ദെൻ ഒരു വേർട്ടെക്സ് അതിൻ്റെ ഇടയ്ക്ക് ആഡ് ആക്കുക, ദെൻ കറസ്പോണ്ടിങ് എഡ്ജസ് തമ്മിൽ ആഡ് ആക്കുന്നതിനെയാണ് നമ്മൾ ഒരു എലമെൻ്ററി സബ് ഡിവിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും എത്ര എലമെൻ്ററി സബ് ഡിവിഷൻസ് ചെയ്താലും നമുക്ക് അടുത്തൊരു ഗ്രാഫ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതുകൾ തമ്മിൽ എന്തായിരിക്കും? ഹോമിയോമോർഫിക് ആയിരിക്കും. ഇനി കുറാട്ടോസ്കിസ് തിയറം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എ ഗ്രാഫ് ഈസ് നോൺ പ്ലാനാർ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് കണ്ടെയ്ൻസ് എ സബ് ഗ്രാഫ് ഹോമിയോമോർഫിക് ടു K33 or K5. അതായത് ഒരു ഗ്രാഫ് നോൺ പ്ലാനാർ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു സബ് ഗ്രാഫ് എക്സിസ്റ്റ് ചെയ്യും. എങ്ങനെ? K33ക്കും K5നും ഹോമിയോമോർഫിക് ആയിട്ട്. നേരെ തിരിച്ച് K33ക്കും K5നും ഹോമിയോമോർഫിക് ആയിട്ടൊരു സബ് ഗ്രാഫ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഗ്രാഫ് എന്തായിരിക്കും? നോൺ പ്ലാനാർ ആയിരിക്കും. വാട്ട് ഈസ് നോൺ പ്ലാനാർ? പ്ലാനാർ ഗ്രാഫ് എന്തായിരുന്നു? അതായത് ഒരു പ്ലെയിനിൽ എഡ്ജ് ക്രോസ് ചെയ്യാത്ത രീതിയിൽ നമുക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഗ്രാഫിനെ പ്ലാനാർ എന്ന് പറയും. പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് പറയും? നോൺ പ്ലാനാർ എന്ന് പറയും. അപ്പം നോൺ പ്ലാനാർ ആണെന്നുണ്ടെങ്കിൽ K33ക്കും K5നും ഹോമിയോമോർഫിക് ആയിട്ട് നമുക്കൊരു സബ് ഗ്രാഫ് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു സബ് ഗ്രാഫ് ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായിരിക്കും? നോൺ പ്ലാനാറും ആയിരിക്കും. അതാണ് കുറാട്ടോസ്കിസ് തിയറം പറയുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു വയ്ക്കുക, അതിൻ്റെ പ്രൂഫ് ഒന്നുമില്ല കേട്ടോ. അങ്ങനെ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ചോദിക്കാറ്. ഡിറ്റർമിൻ വെദർ ദ ഗ്രാഫ് ഈസ് പ്ലാനാർ. കണ്ടോ, അവിടെ 2 ഗ്രാഫ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് ഗ്രാഫ് Gയും സെക്കൻഡ് വൺ പീറ്റേഴ്സൺ ഗ്രാഫാണ്. പീറ്റേഴ്സൺ ഗ്രാഫിൻ്റെ പിക്ചറാണ് കേട്ടോ. അത് ചിലപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പീറ്റേഴ്സൺ ഗ്രാഫിനെ ഉണ്ടാവുള്ളൂ, ഇങ്ങനെ ഇതാണ് പിക്ചറിനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഇതെന്ന് പറയുന്നത് പ്ലാനാർ ആണോ എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ ഈ തിയറി ഉപയോഗിച്ച് എന്ത് പറയും? നോൺ പ്ലാനാർ ആണെങ്കിൽ ഒരു സബ് ഗ്രാഫ് കണ്ടുപിടിച്ചാൽ മതി. എങ്ങനെ? K33ക്കോ K5നോ ഹോമിയോമോർഫിക് ആയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു സബ് ഗ്രാഫ് കണ്ടുപിടിക്കാൻ പറ്റുക അതെന്താണെന്ന് പറയാം? നോൺ പ്ലാനാറാന്ന് പറയാം. അപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത്, അതായത് ഫസ്റ്റ് വരച്ചിരിക്കുന്ന ഗ്രാഫ് G, അതിനൊരു സബ് ഗ്രാഫ് നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. എങ്ങനെ? K5ന് ഹോമിയോമോർഫിക് ആയിട്ട്. അപ്പോൾ അതെന്തായിരിക്കും? കുറാട്ടോസ്കിസ് തിയറം അനുസരിച്ച് എന്തായിരിക്കും? നോൺ പ്ലാനാർ ഗ്രാഫ് ആയിരിക്കും.
പീറ്റേഴ്സൺ ഗ്രാഫും അതേപോലെ തന്നെ അതിനൊരു സബ് ഗ്രാഫ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട് K33 ഹോമിയോമോർഫിക് ആയിട്ട്. അപ്പോൾ പീറ്റേഴ്സൺ ഗ്രാഫ് എന്തായിരിക്കും? നോൺ പ്ലനാർ ആയിരിക്കും. അത്രയാണ് ഈ 4th മൊഡ്യൂൾ വരുന്നത് കേട്ടോ. അവിടെ എൻഡ് ചെയ്യാണ് 4th മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഇതിൽ തിയറംസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഓയിലേഴ്സ് തിയറം, ഈ ലെസ് ദാൻ ഓർ ഈക്വൽ 3v - 6 2v - 4 ഒക്കെ വരുന്നില്ലേ, ആ തിയറംസ് ഇമ്പോർട്ടൻസ് ആണ്. ഓയിലർ ഫോമുല ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പറയുന്നത് K5ഉം K33 പ്ലനാർ ആണോ എന്നുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഡെഫിനിഷൻസ് വൃത്തിയായി പഠിച്ചു വയ്ക്കുക. ഒരുപാട് തിയറിയാണ് വരുന്നത്. പിന്നെ ഇമ്പോർട്ടൻ്റ് വരുന്നത് ഹാമിൽട്ടോണിയനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഡെഫിനിഷൻസ് പഠിച്ചു വെക്കണം. ഫ്യൂറീസ് അൽഗോരിതം എന്താണെന്ന് പഠിക്കുക. സ്റ്റെപ്പ് പഠിച്ചു വെച്ചാൽ മതി. ഓരോ സ്റ്റെപ്പ് എന്താ ചെയ്യുന്നത് ഓരോ സ്റ്റെപ്പിലൊന്ന് പഠിച്ചു വെച്ചാൽ മതി. പിന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഓയിലർ സർക്യൂട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ വേർട്ടെക്സിൻ്റെയും ഡിഗ്രി എന്തായിരിക്കും? E1 ആയിരിക്കും എന്നുള്ള തിയറി ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. കട്ടഡ്ജ് ആണെന്നുണ്ടെങ്കിൽ അത് സിമ്പിൾ സർക്യൂട്ടിൻ്റെ ഭാഗമാവില്ല. അങ്ങനെ ഒരു എഡ്ജ് സിമ്പിൾ സർക്യൂട്ടിൻ്റെ ഭാഗമല്ല എന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? കട്ടഡ്ജ് ആയിരിക്കും എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ തിയറം വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ല കേട്ടോ. കൗണ്ടിങ് A⁻6 വരുന്നതിൻ്റെ ഒന്ന് നോക്കി വെച്ചാൽ മതി. ഇതുവരെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ കണ്ടിട്ടില്ല. പിന്നെ സ്ട്രോങ്ലി കണക്റ്റഡ് കമ്പോണൻസും വീക്ക്ലി കണക്റ്റഡ് കമ്പോണൻസിൻ്റെയൊക്കെ ഡെഫിനിഷൻ നോക്കി വെക്കുക. പിന്നെ വേർട്ടെക്സ് കണക്ടിവിറ്റി നോക്കുക, എഡ്ജ് കണക്ടിവിറ്റി ഡെഫിനിഷൻസ് നോക്കുക. ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാറുണ്ട് അല്ലെങ്കിൽ ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് എ ഗ്രാഫ് വിത്ത് വേർട്ടെക്സ് കണക്ടിവിറ്റി 2 ആൻഡ് എഡ്ജ് കണക്ടിവിറ്റി 1. അതായത് വേർട്ടെക്സ് കണക്ടിവിറ്റി 2ഉം എഡ്ജ് കണക്ടിവിറ്റി 1 ആയിട്ടൊരു ഗ്രാഫ് നിങ്ങളോട് വരയ്ക്കാൻ പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കൺസെപ്റ്റ് ക്ലിയർ ആയാൽ മാത്രമേ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് ഫോം ചെയ്യാൻ പറ്റൂ. കൺസെപ്റ്റ് അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതൊരിക്കലും വരയ്ക്കാൻ പറ്റില്ല. കാരണം വേർട്ടെക്സ് കണക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ 2 വേർട്ടെക്സുകൾ ഡിലീറ്റ് ചെയ്തിട്ടെങ്കിൽ ഗ്രാഫ് എന്തായിരിക്കണം? കണക്റ്റഡ് ആയിരിക്കും. 2 വേർട്ടെക്സുകൾ ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഗ്രാഫ് ഡിസ്കണക്റ്റഡ് ആയി പോകണം. എഡ്ജ് കണക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഒരു എഡ്ജ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേർട്ടെക്സ് എന്തായിരിക്കണം? ഗ്രാഫ് എന്തായിരിക്കണം? ഡിസ്കണക്റ്റഡ് ആയിരിക്കണം. അപ്പോൾ അത് നോക്കിയിട്ടൊരു ഗ്രാഫൊക്കെ നിങ്ങൾക്ക് ഫോം ചെയ്ത് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കൺസെപ്റ്റിൽ ക്ലിയർ ആയിരിക്കണം. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റില്ല. ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ഡെഫിനിഷൻസ് വൃത്തിയായി നോക്കുക, തിയറംസിൻ്റെ പ്രൂഫ് പഠിക്കുക. അത്ര തന്നെ ഉള്ളൂ ഇതിൽ കേട്ടോ. 4th മൊഡ്യൂൾ ഇവിടെ എൻഡ് ചെയ്യാണ്.